ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ മലയാളം മാന്ത്രികം 654 പേജ്. ഒടി ഭൈരവൻ ഒടി ഭദ്രകാളി 95. ഓം നമോ ഭഗവതേ. ഓം കാരോടി സ്വരൂപം തോന്നി കല്ലടി കോട് തോന്നി പടിക്കോട്ട കണ്ടൻ ചാത്തൻ കല്ലൻ വളയൻ വടക്കൻ വയനാടൻ കോട്ട തോന്നി ഒടിക്കളരി തോന്നി ഒടിക്കളരിയിൽ നിന്ന് വടിയും തച്ച് പുറപ്പെട്ട മകനെ, ഒറ്റ തല്ല് തല്ലുന്ന മകനെ, മുണ്ടം വടി കൊണ്ട് കുത്തുന്ന മകനെ, മരക്കല്ല് ജപിച്ച് എറിയുന്ന മകനെ, തേറ്റപ്പല്ല് കൊണ്ട് തേറ്റുന്ന മകനെ, ഓടി ഭൈരവ ഒടി ഭദ്രകാളി. ഓടി എന്ന് ചൊല്ലുമ്പോൾ ഓടിപ്പാനും ഒടി തീരായി എന്ന് ചൊല്ലുമ്പോൾ ഓടി തീർപ്പാനും നിൻ കയ്യിലിരിക്കും 12 ഒടി വെട്ടിയാലേ എൻ കയ്യിൽ തച്ചടക്കമാക്കി തരിക. ഓം കാരോടി ശത്രു സംഹാരമൂർത്തയെ സ്വാഹ. ദേഹരക്ഷ സ്ഥലരക്ഷ. ഒടിക്കും പറ്റുന്നത് 96. ജ്വരം വരായി. അത്തിമര തോലുകൊണ്ട് ആൾരൂപം ചമച്ച് മന്ത്രനാമ പ്രതിഷ്ഠകൾ ചേർത്ത് ചെമ്പുപാത്രത്തിലിട്ട് വറുത്ത് ഉപ്പുനീർ വീഴ്ത്തുക. എന്നാൽ മഹാജ്വരം വസൂരി. 97. കരിങ്കുട്ടി ചാത്തൻ. ഓം നമ ഭഗവതേ. ഓം മൈക്ലീം മാത്രയും ഇരുഷിരുവും പുഷ്പം പുലിനഖവും മഞ്ചാന തിരുനിറവും മെയ്യിലാഭരണവും കഴുത്തിൽ കനകമാലയും വൈഭവമാന. ഓം മകനെ കരിങ്കുട്ടിച്ചാത്ത. വലത്തെ കയ്യിൽ തിരിയും ചൂട്ടും ഇടത്തെ കയ്യിൽ കല്ലും വടിയും കുഞ്ഞിക്കണ്ണും കുരുൾ നിരയും കുങ്കുമ തിരുനിറവും പൂണ്ട കരുവാൻ മകനെ കരിങ്കുട്ടി. കർക്കിടകമെന്ന ചരാശിമേൽ നിന്ന കരുമകനെ കരുമൂർത്തി. കരുനീല തണ്ടൻ തോന്നപ്പെട്ടാൽ 10 കുറെ 300 മുഹൂർത്തികൾക്കും കരിങ്കുട്ടി നീ എൻ്റെ വലഭാഗം വന്ന് എനിക്ക് വേണ്ടും വരണേ തരുവാൻ ഞാൻ നിന്നെ സേവിക്കുമ്പോൾ നീ എൻ്റെ വലഭാഗം നിന്ന് നനച്ചതിനെയും നിരൂപിച്ചതിനെയും സാധിച്ച് എൻ്റെ വലഭാഗം ശേഷിയായി വില്ലും വേലയും ചെയ്തിരിക്കുക. കരിങ്കുട്ടിയെ സ്വഹ. ഓം കരിങ്കുട്ടി ചെറുചണ്ടാള കുട്ടിച്ചാത്ത. ഓം ഖരഖര ഖരാന്തരിക വാമകുന കരിങ്കുട്ടിച്ചാത്ത. ഓം ഓം സ്വാഹ. 98. 64 ഖണ്ഡം പത്മത്തിൻ്റെ മന്ത്രം. രക്ഷ ധരിക്കാനും ബലിപൂജ ആവാഹനത്തിനും ഭദ്രകാളി. ഓം നമ ഭഗവതി. ഓം ഭദ്രകാളി കാളി, ബ്രഹ്മകാളി കാളി, വിഷ്ണുകാളി കാളി, ഈശ്വരകാളി കാളി, മഹാകാളി കാളി, ഭൈരവകാളി കാളി, പ്രേതകാളി കാളി, ആകാശകാളി കാളി. വശമായിരുന്ന് ദേവത അടക്കി സർവ്വലോകരെ രക്ഷിച്ച് അപ്രകാരം എന്നെ രക്ഷിക്കുക. ഭദ്രകാളിയെ സ്വഹ. ഓം നമ ഭഗവതി. ശ്രീ മഹാദേവൻ്റെ തിരുജടയിൽ പിറന്ന ശ്രീ ഭദ്രകാളി. ശ്രീ മഹാദേവൻ്റെ തിരുമുന്നിൽ നിന്ന് നൃത്തമാടുന്ന കാളി. തച്ചൊതുക്കി കുലപ്പെടുത്തുന്ന കാളി. രാക്ഷസ ക്രൂരജനങ്ങളെ വധിക്കുന്ന കാളി. ചന്ദ്രതിലകവും തൊട്ട് എല്ലാ ദേവന്മാരിൽ സ്തുതിക്കപ്പെട്ടവളെ, മധുകൈടഭവന്മാരെ പൊരുതുവളെ. ഓം ബീജം ഹ്രീം കീലകം കൊടുങ്ങല്ലൂരമരും ശ്രീ ഭദ്രകാളിയും മഹാകാളി ശ്രീ ഹുഫൾ സ്വാഹ. 41 ആവർത്തിക്കുക. 1. ഓം ജലജലശൂലിനി സർവനിഷ്ഠഗ്രഹേ ഹുഫൾ സ്വാഹ. 2. ഓം നമോ ഭഗവതേ. കാളികാളി, ബ്രഹ്മകാളി, വിഷ്ണുകാളി, ഈശ്വരകാളി, ആകാശകാളി, രുദ്രകാളി, പ്രേതകാളികാളി, ഭൂതകാളികാളി, ശക്തികാളികാളി, ജാഗ്രതയ കാളികാളി. ഭദ്രകാളി ശ്രീ ഭദ്രകാളിയെ സ്വഹ. 3. ഓം നരസിംഹായ നമ. ദഹദഹ വചവച മദമദ രക്ഷരക്ഷ സ്വഹ. 4. ഓം നരസിംഹായ നമ. അഘോര നരസിംഹായ നമ. ഉഗ്ര നരസിംഹായ നമ. അഗ്നി നരസിംഹായ നമ. അഗ്നിനേത്രായ നമ. സർവ്വലോകരെ രക്ഷിച്ചിരുത്തു മഹാനരസിംഹായ നമ. ഓം ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം ശത്രുമൃത്യും നമാമ്യഹം. പ്രാണപ്രതിഷ്ഠ ജീവൻ. ഓം സുരസുര സഭാവായേ സ്വഹ. ഓം അയര്യ നമലമർ മൃത്യുമൃത്യു സ്വഹ. ഓം ക്ലീം ഗോപീജനവല്ലഭായേ സ്വഹ. ശ്രീ ഹ്രീം സംഹാര ഹുഫൾ സ്വഹ. ഈയതകളിൽ മന്ത്രം ഭൂമിയുടെ പേര്, സ്ഥലവാസികളുടെ പേര്, ഉത്തമത്തിൽ ഭുവനേശ്വരി കർമ്മത്തിന് പട്ടുകുടയും പീഠവും വെച്ച് 12 നാഴി വെള്ളരി, 12 നാഴി അവില്, 12 നാഴി മലരി, 12 ശർക്കര, പൂവമ്പഴം, ഇളനീർ മുതലായവ വെച്ച് പൂജിച്ച് തകിടും പൂജിച്ചുക. തകിട് 4 മൂലയിലും നടുക്ക് സ്ഥാപിക്കാം. ശത്രുമൂർത്തി, ശത്രുക്കൾ, പ്രേതം ഇവ മാറും. ഉറപ്പ്. രക്ഷയെ ധരിച്ചിടയിൽ താൻ യജമാനായിടും. സർവരും വശമാകും. സഭയിലും പതങ്ങി. ശ്രീരാമകവചം. ഓം ഹ്രീം ഹ്രാം മഹാജീവന നഗരങ്ങളും പച്ചമാലയും രുദ്രാക്ഷമാലയും തൃക്കഴുത്തിൽ ധരിച്ചതിൽ അർക്കന് തിങ്കളും മിഴിമിഴിച്ച് സിംഹാസനമേറി നിന്ന് പീതാംബരം ധരിച്ച് ചന്ദാമര പുഷ്പം കൊണ്ട് ആരാധന ചെയ്തിരിക്കുന്ന ശ്രീ രാമഭഗവതനെ അടിയൻ അറിഞ്ഞവണ്ണം പഠിച്ച് സേവിക്കുന്ന നേരത്ത് അടിയനോട് മറുത്തും ചെറുത്തും വരുന്ന ശത്രുമുഹൂർത്തി കുട്ടിച്ചാത്തന്മാരും അവിടെ ധ്യാനിച്ച് പേരും വിളിക്കുന്ന നേരത്ത് അവരെ വരുത്തി സത്യത്തെ പറയിക്കും. ശത്രു സംഹാരത്തെ ചെയ്ത് ഭ്രമണപ്പെട്ട് മറ്റ് അഷ്ടഹാസവും കൊള്ളിച്ച്
ഋഷി ഒളിപ്പിച്ച് എൻ കാൽക്കൽ വരുത്തി സത്യത്തെ പടപറയിക്കുകയും ശത്രു സംഹാരം ചെയ്ത് ബ്രഹ്മണപ്പെട്ട മറ്റ് അഷ്ടഹാസങ്ങളും കൊള്ളിച്ച് ധൂളിപ്പിച്ച് ഞാൻ കാൽക്കൽ വരുത്തി സത്യത്തെ പടപറയിക്കുകയും ചെയ്ത ഓം ശ്രീം ക്ലീം സൗ ശ്രീരാമ ഭഗവാനെ സ്വഹ. ഇത് ശ്രീരാമ കവചയന്ത്രം. ഓല, കടലാസ്, ചെമ്പ്, വെള്ളി, സ്വർണം എഴുതുക. ഏറെ ശ്രീരമത്തായ യന്ത്രവും മന്ത്രവും ചേർക്കുക. സർവ്വജയം ശത്രു മുട്ടുമടക്കും. നമഃ ശിവായ.